ന്യൂയോർക്ക് സിറ്റി കഴിഞ്ഞാൽ സൊഹ്റാൻ മംദാനിക്ക് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് കേരളത്തിലാകാനാണിട. മംദാനിയെ മലയാളി ഒരു പഠന വിഷയമാക്കേണ്ടതാണ്. ഏതു പാർട്ടി അധികാരത്തിൽ വന്നാലും അമേരിക്കൻ രാഷ്ട്രീയത്തെയും ലോകഗതിയെയും നിയന്ത്രിക്കുന്നത് അമേരിക്കയിലെ ഏതാനും ചില ജൂത വംശജരാണ്, അഥവാ അവരുടെ നിയന്ത്രണത്തിലുള്ള അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ്. ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു പതിവ് തദ്ദേശീയ സൃഷ്ടി തന്നെയാണ് മംദാനിയും എന്ന് നമുക്ക് നോക്കിയാൽ കാണാം. ഇത് മംദാനി പോലും അറിയണമെന്നില്ല. മംദാനിയിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത് പ്രധാനമായും അമേരിക്ക ഉൾപ്പെടെ ആഗോളതലത്തിൽ ഇസ്ലാമോഫോബിയയെ ആളിക്കത്തിക്കുക, അതേപോലെ തദ്ദേശീയരിൽ കുടിയേറ്റക്കാർക്കെതിരെയുള്ള വിരുദ്ധ വികാരം സജീവമാക്കി നിർത്തുക. മോദി ഫാൻസ് ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. ആ ഇന്ത്യൻ കുടിയേറ്റക്കാരിൽ ഇതിനകം തന്നെ വിള്ളൽ സൃഷ്ടിക്കുന്നതിൽ മംദാനി വിജയിച്ചു കഴിഞ്ഞു. ഡെമോക്രാറ്റുകളെയും അതേപോലെ വിവേക് രാമസ്വാമിയെ പോലുള്ള കുടിയേറ്റക്കാരെയും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള പദ്ധതിയും ഇതിന്റെ പിന്നിൽ നമുക്ക് കാണാൻ കഴിയും.